ഹലോ, ഇന്ന് നോക്കാൻ പോകുന്ന അങ്കമാലി മാങ്ങാക്കറിയാണ്. 4 പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി 10 മാങ്ങ തിന്നായി സ്ലൈസ് ചെയ്തത്, സവോള ചെറുതായതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് വറ്റൽമുളകും കൂടെ വേണം. ഈ വറ്റൽമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയുടെ കുറച്ചും നമ്മൾ വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. മാങ്ങയിലേക്ക് നമ്മൾ നാരങ്ങനീരും മഞ്ഞളും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ചട്ടിയിലേക്ക് നമ്മൾ തിന്നായി സ്ലൈസ് ചെയ്ത ഓണിയൻ, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ എല്ലാം ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കുറച്ച് മസാലാസും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. മസാല 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ. സ്പൈസി ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നോർമൽ മുളക് പൊടിക്ക് പകരം കശ്മീരി ചില്ലി പൗഡർ എടുക്കുക. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഇടാവുന്നതാണ്. എനിക്ക് മല്ലി കുറച്ച് പുറകിലേക്കാണ് പൊതുവേ ഇഷ്ടം ഇവിടെ എല്ലാവർക്കും, അതുകൊണ്ടാണ് അങ്ങനെ. അതിലേക്ക് ഉപ്പിടുക, കുറച്ച് വെള്ളം ഒഴിക്കുക. വെളിച്ചെണ്ണ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട, അല്ലാതെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ട് തന്നെ ഈ ഫുൾ മസാല ഓണിയനിലൊക്കെ പിടിച്ച് അതിൻ്റെ ആ ഒരു നീരിങ്ങനെ പുറത്ത് വരുന്ന ഒരു ടെക്സ്ചർ വരെ ഒന്നിങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലാണ് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവണേ. അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നമുക്കൊന്ന് പിടിക്കാൻ പറ്റുന്ന പാകത്തിൽ ആക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ച മാംഗോ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് മാംഗോയും ഈ ഉള്ളിയും പച്ചമുളകും ഒക്കെ മിക്സ് ചെയ്ത് വെച്ച മസാലയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കണം. തേങ്ങാപ്പാലിൽ ഫസ്റ്റ് എടുത്തത് ലാസ്റ്റാണ് ഒഴിക്കുക. 2ാം പാലാണ് ആദ്യം ഒഴിക്കുന്നത്. ആ തിന്നായിട്ടുള്ള പാൽ ഒഴിച്ചതിന് ശേഷം സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ചൂടാക്കിയെടുക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ മാങ്ങ വേവും. ആ മാങ്ങ വേവുന്ന സമയത്തേക്ക് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുക. ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇറക്കി വയ്ക്കുക. കാരണം മൺചട്ടിയാണ്, നല്ല ചൂടുണ്ടാവും, അതിൽ തന്നെ കുക്കായിക്കോളും. നല്ല സാധാ പാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് തള തന്നെ വരെ വേവിക്കാം. ആ സമയത്ത് നമുക്ക് കടുക് പൊട്ടിക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഉള്ളി അരിഞ്ഞ് ചെറുതാക്കി ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും ഇട്ട് ഒന്ന് മൂക്കുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷേ ടേസ്റ്റ് വളരെ അടിപൊളിയാണ്. വേറെ ഒന്നും ആക്ച്വലി വേണ്ട ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ. സോ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. മേ ബി നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, ബട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഞാൻ സെർവ് ചെയ്യുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിവിടെ അങ്കമാലി മാങ്ങാക്കറിയാണ് സ്പെഷ്യൽ. അതല്ലാണ്ട് ഇന്ന് ലഞ്ചിനുള്ളത് മീൻ വറുത്തതും പയറുപ്പേരിയും